രാജ്യാധികാരം ആർക്കാണ് എന്ന ഫലമറിയാൻ ഇനി ഒരു ദിവസത്തിന്റെ ദൂരം മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് ഇന്നലെ വൈകിട്ട് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. വിവിധ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ചിലർ ഈ എക്സിറ്റ് പോളുകളെ വിശ്വാസത്തിലെടുക്കുമ്പോൾ മറ്റു ചിലർ അതിനെ അവിശ്വസിക്കുന്നതാണ്. ഓരോ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ചിത്രം. അനൂപ് ദാസാണ് നമുക്കിപ്പം ആദ്യം ചേരുന്നത്. അനൂപ്, ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ ബി.ജെ.പി ക്യാമ്പിൽ ആത്മവിശ്വാസം അത് കൂടുതൽ വർദ്ധിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തും എന്നത് നേരത്തെ തന്നെ പറഞ്ഞത് ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈ എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ. പക്ഷേ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച രാഹുൽ ഗാന്ധി ഉറപ്പായും ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരും, ഈ എക്സിറ്റ് പോളുകളൊക്കെ മോദി പോളാണെന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും കൂടി ചെയ്തു. ഏത് തരത്തിലാണ് വിവിധ പ്രതികരണങ്ങളെ കാണേണ്ടത്? നമുക്ക് ആദ്യം പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണത്തിലൂടെ ഒന്ന് പോകാം. രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്ത് ഒരു യോഗത്തിന് എത്തിയതായിരുന്നു. യോഗം എന്ന് പറയുമ്പോൾ രാജ്യത്താകമാനം കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥികൾ, ഒപ്പം തന്നെ PCC അധ്യക്ഷന്മാർ, നിയമസഭാ കക്ഷി നേതാക്കൾ, ഒപ്പം AICCയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗമായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ AICC ആസ്ഥാനത്ത് യോഗത്തിൽ പങ്കുചേർന്നു. ബാക്കി എല്ലാ ആളുകളും ഓൺലൈനായി വന്നു. ആ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി പറയുന്നു 295 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിക്കും, ഈ പോളുകളെല്ലാം മോദി പോളുകളാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന നടത്തിയത്. ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിനു ശേഷവും നേതാക്കൾ പറഞ്ഞത് 295 സീറ്റ് നേടുമെന്ന് തന്നെയാണ്. അതിന് അവരുടെ കയ്യിലുള്ള കണക്ക് 40 സീറ്റുകൾ തമിഴ്നാടും ഒപ്പം തന്നെ പുതുച്ചേരിയും ചേർത്ത് അവിടെയുള്ള മുഴുവൻ സീറ്റുകളിലും വിജയിക്കും. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 40 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നാണ് അഖിലേഷ് യാദവും അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ സഖ്യത്തിന് നൽകിയിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത്. ഒപ്പം ബീഹാറിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. ബംഗാളിൽ നിന്ന് 31 സീറ്റുകൾ മമതാ ബാനർജിയും ഒപ്പം തന്നെ ഇടത് കോൺഗ്രസ് സഖ്യവും കൂടി വിജയിക്കും എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ കയ്യിലുള്ള കണക്ക്. പക്ഷേ അതേസമയം തന്നെ ഈ പോളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബംഗാളിൽ ഏതാണ്ട് 25 സീറ്റോളം BJP നേടുമെന്നാണ് പോളുകൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒഡീഷ, അപ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലും വലിയ ഭൂരിപക്ഷം NDAക്ക് പ്രവചിക്കപ്പെടുന്നുണ്ട്. എന്നാൽ KC വേണുഗോപാൽ പറയുന്നു കർണാടകയിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര സീറ്റ് കിട്ടുമെന്ന കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊന്നുമായി യാതൊരു ബന്ധവുമില്ലാത്ത എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നത്, ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന KC വേണുഗോപാൽ പറയുന്നുണ്ട്. ഈ എക്സിറ്റ് പോൾ പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഈ നടപടികളൊന്നും, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ല എന്ന് വിശ്വസിക്കേണ്ടി വരും എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ഒപ്പം തന്നെ ജയറാം രമേശിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ജയറാം രമേശ് പറയുന്നു ഈ 4-ാം തീയതി ഇനിയിപ്പോൾ വരാൻ പോകുന്ന റിസൾട്ട് അത് മോദിയെ, അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രധാനമന്ത്രിയെ യാത്രയാക്കും എന്നാണ് ജയറാം രമേശ് പറയുന്നത്. RJDയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം വരുന്നു. RJDയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തെന്നാൽ RJDയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ എക്സിറ്റ് പോളുകൾ വിശ്വസിക്കുന്നില്ല, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മോദി സംസാരിച്ചിട്ടില്ല. മോദി സംസാരിച്ചത് മംഗല്യ സൂത്രത്തെക്കുറിച്ചും ഒപ്പം തന്നെ എരുമകളെക്കുറിച്ചുമാണ്. തൊഴിലിനെ കുറിച്ച് സംസാരിച്ചത് തേജസ്വി യാദവാണ്. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യമാണ് RJD പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ BJP ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ വിജയിക്കും, അത് മോദിയുടെ കരുത്താണ് എന്ന് പറയുന്നുമുണ്ട് BJP നേതാക്കൾ. ശരി, അനൂപ് ദാസാണ് വിശദമായി തന്നെ ദേശീയ തലത്തിൽ ഈ എക്സിറ്റ് പോളിന് ശേഷമുണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും എക്സിറ്റ് പോളിൻ്റെ ഫലം അത് ശരിവെക്കുന്നതാണോ നമ്മുടെ ജനവിധി എന്നൊക്കെ അറിയാൻ അല്പം ഒരു ദിവസം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതിയാകും. ഏതായാലും പക്ഷേ ഈ എക്സിറ്റ് പോളിൻ്റെ എല്ലാം പാറ്റേൺ അതൊരു പൊതു സ്വഭാവം എന്നത് BJP NDA കേന്ദ്രത്തിൽ വീണ്ടും മൂന്നാം വട്ടം അധികാരത്തിലേക്ക് എത്തും എന്നതാണ്. അതേസമയം തന്നെ ഈ എക്സിറ്റ് പോളിനെ പരിഹസിക്കാൻ രാഹുൽ ഗാന്ധി, എക്സിറ്റ് പോൾ എന്നാൽ മോദി പോൾ എന്താണ് പരിഹാസം, 295 സീറ്റ് നേടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. सर कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. അതിന് ഇന്ത്യ സഖ്യം ഇന്ന് വൈകിട്ട് 4:30 തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കാണുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരാൻ പോകുന്ന ദിവസം കൂടിയാണ്. ശ്രീ ഷാബു പ്രസാദ് BJP നേതാവ്, ഒപ്പം ശ്രീ N ശ്രീകുമാർ നമുക്കൊപ്പം മാധ്യമപ്രവർത്തനം ചേരുന്നുണ്ട്. ആദ്യം ശ്രീകുമാറിലേക്കാണ് പോകുന്നത്. ശ്രീകുമാർ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആത്മവിശ്വാസം ഈ അവസാന മണിക്കൂറിലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്നത്? 295 സീറ്റ് നേടി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തും, ഈ സർവേകളെല്ലാം BJP അധികാരത്തിലേക്കെത്തും, ഒരുപക്ഷെ 400-നടുത്തേക്ക്, 400 മുട്ടാതിരിക്കാം, അതിലേക്ക് എത്തുമെന്ന് പ്രവചിക്കുമ്പോൾ
നോക്കൂ രതീഷേ, ഇന്ത്യ മുന്നണി അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഒക്കെ 300-ലധികം യോഗങ്ങളിൽ പ്രസംഗിച്ചവരാണ്. അപ്പൊ അവർക്ക് ജനങ്ങളുടെ ഒരു നാടിമിടിപ്പ് മനസ്സിലായി കാണും. അത് ഏതൊരു രാഷ്ട്രീയ നേതാവിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പൊ അത് ആ 295 എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടായ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച കണക്കുകളായിരിക്കാം. പക്ഷെ അത് ഒക്കെ നമുക്ക് ആ രീതിയിലൊക്കെ കണ്ടാൽ മതി. അല്ലാണ്ട് അതൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് പെട്ടിരിക്കുമ്പോൾ അത് ഇന്ന രീതിയിലാണെന്ന് പറയുന്നത് ഒന്നിൽ അതിൽ കൃത്രിമം നടത്താൻ ശ്രമിക്കണം. അതല്ലാതെ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. എങ്കിലും ഇത് വല്ലാത്ത കണക്കൂട്ടലിന്റെ ഒരു സമയമാണല്ലോ. ഇത്രയും ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ നടക്കുമ്പോൾ പലവിധ കൂട്ടലും കിഴിക്കലും നടന്ന് ഒടുവിൽ എക്സിറ്റ് പോൾ കൂടി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് ഇന്നലെ 12 എക്സിറ്റ് പോളുകളാണ് ഞാൻ ശ്രദ്ധിച്ചത്. 12-ലധികം എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ടാകാം സ്വാഭാവികമായും. അതും വിവിധ പ്രധാനപ്പെട്ട ഏജൻസികളുടെ എക്സിറ്റ് പോളുകളാണ്. ഈ 12 എക്സിറ്റ് പോളുകളും ഒരുപോലെ പറയുകയാണ് കേന്ദ്രത്തിൽ ഇതാ 3-ാം വട്ടം നരേന്ദ്രമോദി സർക്കാർ വരാൻ പോകുന്നുവെന്ന്. ആ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം ഇനി വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രമുള്ളപ്പോഴും ഇത്ര വലിയ ആത്മവിശ്വാസം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന് ആവർത്തിച്ച് പറയുന്നതെങ്കിൽ അത് പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമെന്ന് നമുക്ക് കരുതാം. ഇത് ഈ വോട്ടെണ്ണതിന് തൊട്ട് മുൻപും ഇങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് കണക്കുകളുടെയൊക്കെ പിൻബലം ഉണ്ടാകുമോ? അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, അത് അവർ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ എക്സിറ്റ് പോൾ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഏത് മുന്നണിക്കാണോ അനുകൂലം അവർക്ക് സന്തോഷവും, ഏത് മുന്നണിക്കാണോ എതിരായിട്ട് വരുന്നത് അവർക്ക് അമ്പരപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ചർച്ചാ വിഷയം മാത്രമാണ് എക്സിറ്റ് പോള്. അത് നമ്മൾ 2004-ലും 2009-ലും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കണ്ടതാണ്. അപ്പൊ എക്സിറ്റ് പോളൊക്കെ എപ്പോ വേണേ തകർന്ന് തരിപ്പണാവുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ കർണാടകത്തിൽ തന്നെ എക്സിറ്റ് പോൾ പറഞ്ഞതിനേക്കാളും എത്രയോ കൂടുതൽ സീറ്റ് കോൺഗ്രസ് നേടി. ഇവിടെ BJPക്ക് 300 മുതൽ മേപ്പോട്ട് ഏതാണ്ട് 375 വരെ. അപ്പൊ അത് ഏതാണ്ട് എല്ലാ ചാനലുകളും ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി എന്ന് പരിഹസിച്ചത് അത് മോദി മീഡിയ പോളാണെന്നുള്ളത്. ആ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 300 എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അവർ പറയുന്നത് 200-ൽ താഴെ, അത് 200 വരെയാകാമല്ലോ. അപ്പൊ 300-ൽ നിന്നും 200-ലേക്ക് താഴാം, 200-ൽ നിന്നും 300-ലേക്കും എത്താം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആത്മവിശ്വാസത്തിന് NDA നേതാക്കൾക്കും ഇന്ത്യ മുന്നണി നേതാക്കൾക്കും പറയാൻ കഴിയുന്ന കണക്കുകളുണ്ട്. ഈ കണക്കുകൾ നമ്മൾ കേരളത്തിൽ നിങ്ങൾ നോക്കൂ. 3 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് മറ്റേ BJP മുന്നണിക്ക് വേണ്ടി പറയുകയാണ്. 3 സീറ്റ്. 1 സീറ്റ് അവർ പറയുന്നുണ്ട്, പിന്നെ 2 സീറ്റായി, പിന്നെ ആദ്യത്തെ സീറ്റ് തന്നെ വീണ്ടും 1ആക്കി മാറ്റി, ഇപ്പൊ 3 പറയുന്നുണ്ട്. നടക്കട്ടെ, അവരുടെ ആ ഒരു ആത്മവിശ്വാസം നിൽക്കട്ടെ. പക്ഷെ അത് നമ്മൾ അങ്ങനെയൊക്കെ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ 3 മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ LDF ഇവിടെ 0 ആണെന്ന് പറയുന്നു. 0 ആണെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു മണ്ഡലമൊക്കെ കിട്ടിയത് ഓർക്കണം. അപ്പൊ 0 ആവാനുള്ള വഴിയുണ്ടോ എന്ന് ഒരു തർക്കം നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എക്സിറ്റ് പോളും നമുക്ക് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്, ഇപ്പൊ ഞാനൊരു കോൺഗ്രസ് പക്ഷമുള്ള ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൽ കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ എക്സിറ്റ് പോളിൽ ഉണ്ടാക്കി തന്ന വസ്തുതകളാണ്. അത് പരാജയപ്പെട്ടിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇപ്പൊ നോക്കൂ, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി വളരെ ശക്തമായിരുന്നു. അപ്പൊ ആ ശക്തമായ ഇന്ത്യ മുന്നണിക്ക് അവിടുത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അഖിലേഷ് യാദവും രാഹുലും തേജസ്വിയും ഒക്കെ പങ്കെടുത്ത യോഗങ്ങളുടെ ജനക്കൂട്ടം വെറുതെ വന്നതാണോ? നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വരാം. ഇപ്പൊ പ്രാഥമികമായ കാര്യമാണല്ലോ അങ്ങ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ അല്പം ദീർഘമായി തന്നെ പറഞ്ഞത്. ശ്രീ ഷാബു പ്രസാദ്, ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അല്പം മുമ്പാണ് വന്നത്. അതിലെ ഒരു കൗതുകമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശ്രീകുമാറിലേക്ക് ആദ്യം പോയതും 2 തവണ അതേക്കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്ത്. അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി തള്ളിക്കളയുകയാണോ സ്വാഭാവികമായി നിങ്ങൾ? അതോ ഈ വോട്ടെണ്ണലിന് മുൻപുമുള്ള ഈ ആത്മവിശ്വാസം അതിലെന്തെങ്കിലും ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ കാണിക്കുന്ന കോൺഗ്രസ് കാണിക്കുന്ന, രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ ആത്മവിശ്വാസ പ്രകടനമുണ്ടല്ലോ, അത് കണക്ക് കൂട്ടി തന്നെയാണ്. കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി ബോധപൂർവം ചെയ്യുന്നതാണത്. അത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലിന്റെ തുടക്കമാണ്. അത് ഇദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു, KC വേണുഗോപാൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെയാണ് റിസൾട്ട് എങ്കിൽ ഇവിടെ എന്തൊക്കെയോ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ 4-ാം തീയതി ഇവർ നടത്താൻ പോകുന്ന പ്രതികരണം എന്താണ് എന്ന് പ്രതീക്ഷ ഞാൻ 100 രൂപ മുദ്രപത്രത്തിൽ ഈ നിമിഷം നിങ്ങൾക്ക് എഴുതി തരാം.
ഈ നിമിഷം എഴുതി തരാം ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തും പറഞ്ഞോളൂ. അന്ന് ശ്രീകുമാർ സാർ പറയുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിന്റെ എല്ലാവരും പറയാൻ പോകുന്നത് ഇലക്ഷനിൽ കൃത്രിമം നടന്നു, EVM ടാമ്പറിംഗ് നടന്നു, ഞങ്ങൾ ആത്മവിശ്വാസത്തെ ശ്രീകുമാർ സാർ ഇവിടെ നിന്ന് പറഞ്ഞു. 100-300 യോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയ പ്രകാരം സംഭവിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. 400 സീറ്റ് അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, ഇത്ര ചെയ്തു വെച്ചിരുന്നു. ഈ ന്യായീകരണത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വളരെ കണക്ക് കൂട്ടിയുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഇന്ന് ഈ മത്സരിച്ചവരുടെ മുഴുവൻ യോഗം വിളിച്ചിരിക്കുന്നതും ആ യോഗത്തിൽ പറയാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് മലർപ്പൊടിക്കാരൻ്റെ അവരുടെ സ്വപ്നമൊക്കെ ഭരണമൊക്കെ അവർ കൈവിട്ട് കഴിഞ്ഞു. അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇവർ 7 അയലത്ത് പോലും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ ഈ അടുത്ത നമ്പറിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി പല വേദികളിലും അത് ആവർത്തിക്കുകയും ചെയ്താണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ BJP കണക്കുകൂട്ടിയെടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ? ഈ എക്സിറ്റ് പോളിൽ പറയുന്നത് തന്നെയാകും സംഭവിക്കുക. ഏറെക്കുറെ ഒരു 350 മാർജിൻ എന്ന നിലയിൽ തന്നെ ആയിരിക്കുമെന്നതാണോ നിങ്ങളുടെ ഒരു കണക്ക്? അല്ല, എന്റെ ഒരു കണക്കൂട്ടൽ ഞാൻ പറയാം. ഈ എക്സിറ്റ് പോൾ 2014-ലും 2019-ലും NDA മുന്നണിക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയത് 2014-ൽ നൽകിയത് ഏകദേശം 250 സീറ്റായിരുന്നു. അന്ന് കിട്ടിയത് 300 സീറ്റാണ് NDAക്ക്. 2019-ൽ എക്സിറ്റ് പോൾ റിസൾട്ട് നൽകിയത് 300-ന് അറൗണ്ട് സീറ്റായിരുന്നു. അത് 350, അതായത് ഏകദേശം 50 സീറ്റ് കൂടുതൽ. അത് ഇത്തവണയും ഉണ്ടാകും എന്ന് 400 NDA മുന്നണി 400 കടക്കും എന്നുള്ളത് നടക്കുക തന്നെ ചെയ്യും. അതാണ് ഈ മറ്റന്നാൾ സംഭവിക്കാൻ പോകുന്നത്. മറ്റന്നാൾ ഈ സമയം ഇപ്പൊ ഇത് മാറ്റർ ഓഫ് ഫ്യൂ അവേഴ്സ്. ഈ അവസാന നിമിഷത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് ഇത് വളരെ കൃത്യമാണത്. ഇവർ മറ്റന്നാൾ പറയാൻ മുൻകൂർ ജാമ്യത്തിന്റെ സൂചനകൾ KC വേണുഗോപാലിന്റെ ഉൾപ്പെടെ വാക്കുകൾ ഉണ്ട് എന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിന്റെ തുടർച്ചയായി BJP നിരീക്ഷിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞത് ബീഹാർ, മഹാരാഷ്ട്ര, കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്നു ഇന്ത്യ സഖ്യമെന്നാണ്. ഉത്തർപ്രദേശിലും മിക്ക സീറ്റുകളിലും അതിശക്തമായ മത്സരം അഖിലേഷ് നേതൃത്വത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഫലം വരിക എന്നും അങ്ങ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സിറ്റ് പോളുകളെ ഒരേ പാറ്റേണിൽ വന്നതാണെങ്കിൽ പോലും പാടെ തള്ളിക്കളയാം എന്നൊരു നിലയിലേക്ക് അങ്ങ് അത്തരം ഒരു സ്റ്റെപ്പ് കൂടി കടന്നൊരു നിലപാടിലേക്ക് വരുന്നുണ്ടോ? അല്ല, തള്ളിക്കളയുന്നില്ല. കാരണം എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന അവരുടേതായ ഒരു വലിയൊരു ജോലി. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ദേശീയ BJP നേതൃത്വത്തിന്റെ കൈവശമുള്ള യഥാർത്ഥ കണക്ക് ഒരുപക്ഷെ താങ്കൾക്ക് പോലും അത് അറിയണമെന്നില്ല. പക്ഷേ സംസ്ഥാനത്തെ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾ ഈ വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാക്കിയ കണക്കും ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോളും തമ്മിൽ അതിനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ? സാധാരണ കേൾക്കുന്ന ആർക്കും തോന്നും, ഒരുപക്ഷെ BJP-ക്കാർക്ക് ചിലപ്പോൾ തോന്നില്ലായിരിക്കാം, പുറത്തു നിൽക്കുന്ന മറ്റു പാർട്ടിയിലുള്ളവർക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ തോന്നാം ഈ ഏജൻസികൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒരു 3 സീറ്റ് അങ്ങനെയൊക്കെ BJP ജയിക്കുമോ, അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിയോ, അങ്ങനെ ആയോ എന്നതൊക്കെ ചില സംശയങ്ങൾ തോന്നാം. ഇതിൽ യാഥാർത്ഥ്യവും സ്വപ്നവും ഇടകലർന്ന ഒന്നായി പോകുന്നുണ്ടോ? അങ്ങനെ സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എത്ര സീറ്റാണ്? ശ്രീ രതീഷ്, ഞാൻ ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്നത് BJP പ്രതിനിധിയായിട്ടല്ല, ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടാണ്, ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ്. ഇന്ന് ഇവിടെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് BJP എന്നാണ്. അത് തിരുത്തണം കേട്ടോ. പിന്നെ BJP അല്ല ഇവിടെ അയച്ചേക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യും. കാര്യം എനിക്ക് അത് ശ്രീകുമാർ സാർ ചിരിക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോൾ താങ്കൾ ചോദിച്ച അത് ശരി. അതായത് കേരളത്തിൽ ഇപ്പൊ ഇത് വെറും ഒരു സ്വപ്നം മാത്രമാണോ എന്ന് ചോദിച്ചാൽ, സ്വപ്നം കാണാനാണെങ്കിൽ 20 സീറ്റ് എന്ന് പറയാം രതീഷ്. 20 സീറ്റ് എന്ന് തന്നെ പറയാം. 20 സീറ്റിലും BJP ജയിക്കും. അതാണ് BJP-യുടെ കാണാവുന്ന മാക്സിമം പരമാവധി സ്വപ്നം. പോട്ടെ, 10-15 സീറ്റ് ജയിക്കുമെന്ന് പറയാം, അതും പക്ഷേ ഈ 3 സീറ്റ് 2-3 സീറ്റ് എന്ന് പറയുന്നത് തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെയാണ് സാധ്യത. കാര്യം ഇപ്പൊ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂർ ഇവിടങ്ങളിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് വളരെ ശക്തമായി തന്നെയാണ് BJP മത്സരിച്ചത്.
വളരെ ശക്തമായിട്ടാണ് മത്സരിച്ചത്. അങ്ങനെ മത്സരിച്ച ആ സീറ്റിൽ ഒരു 3 സീറ്റിന് BJPക്ക് അർഹതയുണ്ട്, സാധ്യതയുണ്ട് എന്ന് പറയുന്നത് 100% യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ്. കാര്യം ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഏകദേശം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവസാന നിമിഷം BJP കാര്യം അവസാന നിമിഷം വരെ ലീഡ് ചെയ്തിട്ട് പെട്ടെന്ന് വോട്ട് മറിഞ്ഞതും ചില ബൂത്തുകളിൽ CPM-ന്റെ വോട്ടുകൾ അങ്ങനെ തന്നെ ചോർന്നു പോയതും എങ്ങനെയാണ് തിരുവനന്തപുരത്ത് CPM ഏറെ കാലമായി ഒരു ഡിസ്റ്റന്റ് 3 ആയിട്ട് നിൽക്കുന്നത് എന്നും ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെയുള്ള സമയത്ത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപി 28% വോട്ട് അവിടെ നേടി. 28% വോട്ട്. ആ 28%-ൽ നിന്ന് ഒരു 35-36% വോട്ട് ലഭിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ ജയിക്കാൻ കഴിയും. പക്ഷേ ജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. അല്ലാതെ സ്വപ്നം കാണാനാണെങ്കിൽ പറയാം 30 സീറ്റും ജയിക്കുമെന്ന്, തമിഴ്നാട്ടിലെ 39 സീറ്റും ജയിക്കുമെന്ന് പറയാം. തൃശ്ശൂരിൽ മാത്രമാകും BJP ജയിക്കുക എന്നതാണ് അങ്ങയുടെ വ്യക്തിപരമായ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണോ? എന്റെ അങ്ങനെ തന്നെയാണ്. അതിന് വിജയിക്കാനുള്ള സാധ്യത ആ പോസിബിലിറ്റി വളരെ ബ്രൈറ്റ് ആണ് എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. 100% ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസമേ ഉള്ളൂ. നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ? നമ്മളെല്ലാവരും ഇവിടെ, ഞാനും ശ്രീകുമാർ സാറും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എനിക്ക് ശ്രീകുമാർ സാറിനോട് ഒരൊറ്റ അഭ്യർത്ഥനയുള്ളത്, സാർ ഈ എക്സിറ്റ് പോളുകളെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് ഫലം വരുന്നതെങ്കിൽ കുറഞ്ഞപക്ഷം സാറെങ്കിലും EVM-നെ കുറ്റം പറയരുത്. അത് തീർച്ചയായിട്ടും സീസൺഡ് പൊളിറ്റീഷ്യൻസിന് അങ്ങനെയുള്ള നറേറ്റീവ്സ് ഒക്കെ വിട്ടുകൊടുക്കും. ഷമാ മുഹമ്മദിനെ പോലെയോ അല്ലെങ്കിൽ അനിൽ ബോസിനെ പോലെയുള്ളവരൊക്കെ പറയേണ്ട വാക്കുകളായിരിക്കും അത്. ദയവ് ഇത് സാറിനെ പോലെ ഒരു വ്യക്തി അത് പറയരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന ഇരിക്കുന്നു. സാറിനെ എനിക്ക് ഒരുപാട് റെസ്പെക്ടോട് കൂടി ഞാൻ പറയുന്നതാണ്. ശരി, ശ്രീകുമാർ സാർ പറഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കാം, സമയം വന്നു. അല്ല, ഞാൻ EVM മിഷനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ഞാൻ ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. ഞാനത് എങ്കിലും ഞാൻ സാറിനോട് പറഞ്ഞതാണ്. അതായത് രതീഷ ഇവിടെ ശ്രീ ഷാബു പറഞ്ഞ് തൃശ്ശൂരിലെ അവിടുത്തെ ജയത്തെ കുറിച്ച് പറഞ്ഞു. അതായത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കാരണം ഞാൻ പറയാം. കാരണം ഒരു ചലച്ചിത്ര കലാകാരൻ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായ കുറെ വോട്ടുകൾ ഇത്തവണ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് ജയത്തിലേക്ക് എത്തും എന്നാണ് അവരുടെ പ്രതീക്ഷ. പക്ഷെ ജയത്തിലേക്ക് എത്തണമെങ്കിൽ വ്യക്തിപരമായ വോട്ടുകൾ മാത്രം പോരാ എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയായിട്ടാണ് സാർ, BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അല്ല, ഞാൻ പറയാം, അതായത് BJP സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം മത്സരിച്ചത് താമര ചിഹ്നത്തിലായി പോയി എന്നുള്ളത് ശരിയാണ്. അപ്പൊ അത് BJPക്കല്ല. എനിക്കറിയാം, കുറെ പേര് എനിക്കറിയാം സുരേഷ് ഗോപി എന്ന നടനെ വോട്ട് ചെയ്തിട്ട് എനിക്കറിയാവുന്നവരുണ്ട്. നല്ല CPM-കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. അത് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പറയുകയാണ്, സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ അത് CPM-ന്റെ വോട്ട് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഞാൻ സാർ ഇതിന് ഞാൻ പുതിയതായിട്ട് പറയാനല്ലോ. അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ഷാബുള്ള ചർച്ച തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് തൃശ്ശൂരിലൊരു പ്രത്യേകത ഇത്തവണ കണ്ടെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ തവണ ഒരു 10 UDF വോട്ട് ഒരു വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് 8 ആയി മാറിയിട്ടുണ്ട്. അത് ഞാൻ ഇത് പുതിയതായിട്ട് ഇപ്പൊ പറയുന്നതല്ല, അത് നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞതാണ്. അതാണ് ഇവരെ കണക്ക് കൂട്ടുന്നത്. പക്ഷെ അത് പോരാ, ജയിക്കാനത് പോരാ. സാറേ ഒരു കാര്യം ഞാൻ പറയട്ടെ, സുരേഷ് ഗോപി എന്ന സിനിമാ നടനെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ധാരാളം ആൾക്കാർ അദ്ദേഹം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന കാരണം കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുന്ന യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. സുരേഷ് ഗോപി ആള് നല്ലവനാണ്, പക്ഷെ ചെന്ന് ചാടിയത് ചാണാക്കുഴിയിലാണ് എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് ലഭിക്കാമായിരുന്ന ധാരാളം വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ അല്ല
അല്ല, ഷാബു, ഇത് രണ്ടുമുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലല്ല ഇതില് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കൊരു നിരീക്ഷണമുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, അതായത് ഇത്തവണ രണ്ട് മുന്നണിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ രണ്ട് മുന്നണിയിൽപ്പെട്ട കുറച്ച് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് ചലച്ചിത്ര താരം എന്ന നിലയ്ക്ക് തന്നെയാണ്. അത് ജയിക്കാനുള്ള വോട്ടാണ് എന്ന് കരുതിയാൽ അത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അതായിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് കാരണം. ശരി, പക്ഷേ ഏതായാലും അതിൽ വോട്ടുകൾ വേറെ രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ പരാജയം രുചിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം എടുക്കാൻ പോകുന്ന മുൻകൂർ ജാമ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ 295 സീറ്റ് എന്ന പ്രസ്താവന. രണ്ടാമത്തേത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ്. തൃശ്ശൂരിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന ചർച്ചകളൊക്കെ സ്വാഭാവികമാണ് ഈ വോട്ടെണ്ണലിന് ശേഷം. എന്തായാലും ഫലം എന്താണ് എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം. ഇപ്പോൾ ഉള്ളത് പ്രവചനങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏതായാലും ഫലം അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. നന്ദി ഇരുവർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.